കണ്ണൂര് ചുവന്ന മണ്ണ് എന്ന പ്രയോഗം സത്യത്തിൽ അങ്ങനെയല്ല. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പിന്നീട് എൻ്റെ നേരെയുള്ള ഈ ആക്രമണം നടന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അച്ഛനുള്ള സമയത്ത് അവർക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് SFI ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശാല മാനവ ഐക്യമുണ്ട് അവരുടെ ഉള്ളിൽ മാത്രം. ഈ ജനങ്ങളുടെ പ്രതികരണം എന്നാണല്ലോ പൊതുവെ പറയാറ്. അതായത് പാർട്ടി തീരുമാനിച്ച് വധശിക്ഷ നടപ്പാക്കി അത് ആക്രമിച്ചാലും പറഞ്ഞു വരുമ്പോൾ ജനങ്ങൾ പ്രതിരോധിച്ചു. അതങ്ങനെയാണ്, ജനങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ പറയുക. പാർട്ടി ഏത് തരം മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം നടത്തിയാലും അതിനെ അംഗീകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ സൃഷ്ടിക്കപ്പെട്ട മനസ്സിനുടമകളായിട്ടുള്ള ആളുകൾ, അവരാണ് ഇവരുടെ നിർവചനത്തിൽ ജനങ്ങൾ. ബാക്കിയുള്ളവരൊന്നും ജനങ്ങളല്ല. ഇപ്പൊ കണ്ടില്ലേ, കേരള സർവകലാശാലയുടെ കലോത്സവത്തിനിട്ട പേരെന്താണ്? ഇൻതിഫാദ. എന്താണ് ഇൻതിഫാദ എന്ന്? പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തുക, അല്ലെങ്കിൽ യുദ്ധം നടത്തുക, മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുക, ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പേരാണത്. പക്ഷേ കണ്ണൂര് എന്ന് പറയുന്നത് ഒരു ചുവന്ന മണ്ണാണെന്ന് പൊതുവെ അവകാശപ്പെടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് സംഘത്തിൻ്റെ അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങളിലേക്ക് മാഷ് എങ്ങനെ എത്തിച്ചേർന്നു? എങ്ങനെയാണ് അതിൻ്റെ തുടക്കം? കണ്ണൂര് ചുവന്ന മണ്ണ് എന്ന പ്രയോഗം സത്യത്തിൽ അങ്ങനെയല്ല. കണ്ണൂരിന് ചുവന്ന മണ്ണ് എന്ന പ്രയോഗം ലഭിക്കാനിടയായ സാഹചര്യത്തിൻ്റെ മുൻകാലങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് പഴശ്ശി രാജാവ് അവിടെ കണ്ണൂരിൻ്റെ ചരിത്രം സൃഷ്ടിച്ച ഒരു മഹാപുരുഷനാണ്. അദ്ദേഹം ചുവന്നതായിരുന്നില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ മഹാപുരുഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാടിന് വന്നുവിട്ട അടിമത്ത സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ധീരോദാത്തമായി പടവെട്ടിയ പഴശ്ശി രാജാവാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. പിന്നീട് ചുവന്ന മണ്ണ്, കാര്യം ശരിയാണ്, പല പ്രദേശങ്ങളിലും ഈ പറയുന്ന മാർക്സിയൻ ആശയത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഈ പറയുന്ന മാർക്സിയൻ ദർശനങ്ങൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചത് എങ്ങനെയാണ് എന്ന് പഠിക്കുമ്പോഴാണ് കണ്ണൂരിൻ്റെ മണ്ണ് ചുവന്നതല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം. അത് ഈ പറഞ്ഞ സ്വന്തം നാടിനോടുള്ള പ്രതിബദ്ധത, അടിമത്തത്തിനെതിരെ പ്രതികരിക്കാനുള്ള മനുഷ്യ സഹജമായ ആ ഒരു മോഹം അല്ലെങ്കിൽ ഇച്ഛാശക്തി, ഇതൊക്കെ കണ്ണൂരിലെ ജനങ്ങൾക്ക് സ്വാഭാവികവും മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്കുള്ളതുപോലെ തന്നെ കണ്ണൂരിലുള്ള ജനങ്ങൾക്കുമുണ്ട്. അതുപോലെ സഹജീവികളോടുള്ള സ്നേഹം, അവരുടെ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ പങ്കാളികളാവുന്ന ഒരു മനോഭാവം, ഇതൊക്കെ കണ്ണൂരുകാർക്കുണ്ട്. മറ്റു പ്രദേശങ്ങളിലുള്ളവരെ പോലെ തന്നെ. ഞാൻ കണ്ണൂരിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയുന്നില്ല. ഓർക്കുന്നുണ്ട്. നമ്മൾ പഴശ്ശി രാജാവിൻ്റെ യുദ്ധ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പഴശ്ശി എന്ന് പറയുന്ന സ്ഥലം, കണ്ണൂർ ജില്ലയിൽ എൻ്റെയൊക്കെ പ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് പഴശ്ശി. അവിടെ നിന്ന് അദ്ദേഹം യുദ്ധമേഖലയിലേക്ക് സഞ്ചരിക്കുമ്പോൾ, രാത്രികാലങ്ങളിൽ പടയാളികളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഗ്രാമീണരായ ആളുകൾ എല്ലാ ദിവസവും വീടിൻ്റെ മുന്നിൽ പൊതിച്ചോറ്, ഭക്ഷണം പൊതിഞ്ഞ് വീടിൻ്റെ മുന്നിൽ തൂക്കിയിടുമായിരുന്നു അത്രേ. കാരണം പഴശ്ശിത്തമ്പുരാൻ ഇതുവഴി വല്ലപ്പോഴൊക്കെ പോകും, പഴശ്ശിത്തമ്പുരാനും പടയാളികളും. അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് കഴിക്കാനുള്ള ആഹാരം എന്നുള്ള നിലയ്ക്ക് വീടുകൾക്ക് മുന്നിൽ ഗ്രാമങ്ങളിൽ അമ്മമാർ ഈ പറയുന്ന ഭക്ഷണപ്പൊതി തൂക്കിയിട്ടിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. നാടിന് വന്നുപെട്ട അടിമത്തത്തിനെതിരെ പടവരുന്ന ഒരു പടയാളി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയാണ്, നാട്ടുകാരുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയാണ്. ഒപ്പം പടയാളികളായിട്ടുള്ള സഹോദരങ്ങൾ വിശന്ന് പോകരുത് എന്നുള്ള നിലയ്ക്കുള്ള സഹാനുഭൂതി കലർന്ന ഒരു മനോഭാവമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു മനസ്സിന് ഉടമകളാണ് കണ്ണൂരുള്ളവർ. അപ്പോൾ രാജ്യത്തോടുള്ള പ്രതിബദ്ധത, സമൂഹത്തോടുള്ള കടപ്പാട്, നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ, അവരോട് ഐക്യപ്പെടാനുള്ള മനസ്സ്, സഹജീവികളോടുള്ള ഭൂതദയ അല്ലെങ്കിൽ സഹാനുഭൂതി, ഇതൊക്കെ സ്വതവേ ഉള്ള ആളുകളിലേക്കാണ് ഇതിൻ്റെയൊക്കെ ഉടമകൾ ഞങ്ങളാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവിഷ്കർത്താക്കൾ ഞങ്ങളാണ്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൊടി ചെങ്കൊടിയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ കൊടി ഏറ്റുപിടിക്കണം, ഞങ്ങളുടെ മുദ്രാവാക്യം ഏറ്റുപിടിക്കണം, ഞങ്ങളുടെ പാർട്ടിയിൽ അണിചേരണം എന്ന് പറഞ്ഞപ്പോൾ അത് സമർത്ഥമായി ആ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മാർക്സിസ്റ്റുകാർക്ക് അവിടെ സ്വാധീനം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്.
അപ്പോൾ സഹജമായ മാനുഷികമായ ഭാവങ്ങളെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. മറ്റൊന്ന്, ആദ്യകാലങ്ങളിൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ പൊതുവെ ഉയർന്ന, നമ്മൾ പറയാറ് ഒരു ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെട്ട പലരുമുണ്ട്. ഇപ്പോൾ ഇ കെ നായനാരെ പോലുള്ള ആളുകൾ, എ കെ ജിയെ പോലുള്ള ആളുകൾ, കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ അവരുടെ കുടുംബ പശ്ചാത്തലം വളരെ സമ്പന്നമായിരുന്നു. അവർക്ക് എല്ലാ തരത്തിലും കഴിഞ്ഞുകൂടാനുള്ള, സമൃദ്ധമായി കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. അയിത്ത ആചരണത്തിനെതിരെ അവർ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, ജനങ്ങളെ സംഘടിപ്പിക്കുന്നു. ആ നിലയ്ക്ക് വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിഞ്ഞ നേതൃത്വം, ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോഴാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൻ്റെ മണ്ണിന് ചുവപ്പിൻ്റെതായൊരു പശ്ചാത്തലമുണ്ടായി വന്നത്. ആ നിലയ്ക്ക് തന്നെ ഒരു സംഘടനാപരമായി അതിനെ സമർത്ഥമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. സ്വാഭാവികമായും ഈ ഒരു സാമൂഹ്യ മനസ്സ് എല്ലാവരെയും സ്വാധീനിക്കും. ആ സ്വാധീനം എന്നെയും എൻ്റെ കുടുംബത്തെയും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് ആ പ്രദേശത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. ഞാൻ കേട്ടതല്ല, മനസ്സിലാക്കിയത്, അച്ഛൻ ആ കാലത്ത് അധ്യാപകനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അധ്യാപകന് സമൂഹത്തിലുണ്ടാകുന്ന ഒരു സ്വാധീനവും അംഗീകാരവും ഉണ്ടാവുമല്ലോ. അത് പാർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയത് ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രചാരണത്തിനാണ്. എൻ്റെ വീട്ടിൽ ആദ്യകാലത്ത് പഴയകാല ദേശാഭിമാനി പത്രത്തിൻ്റെ കോപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി കൊടുത്ത ചുമതല ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് പത്രം കയ്യിൽ വെക്കണം. അന്ന് അതിരാവിലെ പത്രം കിട്ടുന്നൊരു രീതിയില്ല. തലേ ദിവസത്തെ പത്രമായിരിക്കും. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകണം. പോകുന്ന വഴിക്ക് ഒരു ചായക്കടയുണ്ട്, ഒരു വലിയ പാടത്തിൻ്റെ നടുവിലായിട്ടൊരു ചായക്കട. അച്ഛൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴി അവിടെ കയറി ഒരു ചായ കുടിക്കണം, പത്രം നിവർത്തി വായിക്കണം, പത്രത്തിലെ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കണം. അതുപോലെ തിരിച്ചു വരുമ്പോഴും ഇതായിരുന്നു അച്ഛൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സമൂഹത്തിൽ അംഗീകാരവും സ്വാധീനമുള്ള ആളുകളെ പാർട്ടിയോട് അടുപ്പിക്കുക, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം വിനിയോഗിക്കുക എന്നൊരു രീതി അവർ അനുവർത്തിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അടുപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളെ സ്വാധീനിച്ചു, കുടുംബാംഗങ്ങളെ. ഞാനും 7ാം ക്ലാസ് മുതൽ തന്നെ, എൻ്റെ ഓർമ്മയിൽ 7ാം ക്ലാസ് മുതൽ തന്നെ ഈ പാർട്ടിയുടെ ആശയങ്ങളോട്, മുദ്രാവാക്യങ്ങളോട് അങ്ങേയറ്റം ആകർഷണം തോന്നിയിരുന്ന ഒരാളായിരുന്നു. 7ാം ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിരുന്ന കുഞ്ഞിരാമൻ മാഷുണ്ട്. അദ്ദേഹം വലിയ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനാണ്. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹം നല്ല പ്രാസംഗികനാണ്, നല്ല സംഘാടകനാണ്. അദ്ദേഹമാണ് കണക്ക് പഠിപ്പിക്കുക. കണക്ക് പുസ്തകം വരയിടാത്ത പുസ്തകമായിരിക്കും കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കണക്ക് പുസ്തകത്തിൻ്റെ ഏറ്റവും പിന്നിലത്തെ പേജിൽ ഞാൻ മനോഹരമായി അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ചു. ഞാനതിന് ചെയ്യാറെന്താണെന്ന് വെച്ചാൽ, കടയിൽ നിന്ന് ചുവന്ന റീഫിലുള്ള ബോൾ പോയിൻറ്റ് പേന വാങ്ങി ഒഴിവ് സമയത്തും, ഇനിയിപ്പോൾ മാഷ് ക്ലാസ് എടുക്കുകയാണെങ്കിലും മെല്ലെ കാണാതെയൊക്കെ ആയിട്ട് ഈ ചിത്രം വരച്ചു വയ്ക്കും. അപ്പോൾ എൻ്റെ ഈ കണക്ക് പുസ്തകങ്ങളിൽ പല പേജുകളിലും അരിവാൾ ചുറ്റിക നക്ഷത്രം ഇങ്ങനെ മാഷ് പിന്നിലാണ് വരയ്ക്കുക. മുന്നിൽ നിന്നാണല്ലോ നമ്മൾ എഴുതി തുടങ്ങുക, പിന്നിൽ ഇത് വരയ്ക്കും. അപ്പോൾ മാഷ് എൻ്റെ നോട്ട് പരിശോധിക്കുന്നതിനിടയിൽ ഇത് കണ്ടു. അപ്പോൾ എന്നോട് വല്ലാതെ മാഷ് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്നുവെച്ചാൽ പഠന സമയത്ത് ഇതൊന്നും ചെയ്യരുത് എന്നർത്ഥത്തിൽ. അദ്ദേഹം നല്ലൊരു ജനാധിപത്യവാദിയായിരുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചത് കൊണ്ടുള്ള വിരോധമല്ല, മറിച്ച് ക്ലാസ് സമയത്ത് ഇത് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അരിവാൾ ചുറ്റിക നക്ഷത്രത്തോട്, അത് പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തോട് വല്ലാത്തൊരു അഭിനിവേശം അനുഭവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് വളർന്നു വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിഗ്രി കൂടി വന്ന് പാർട്ടി ഓഫീസുകളിൽ പോവുക, പാർട്ടി ഓഫീസിൽ പോയിരിക്കുക, അവിടെ സഖാക്കളുമായിട്ടൊക്കെ സംസാരിക്കുക, അവിടെയുള്ള പ്രവർത്തകരായിട്ടൊക്കെ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഇടപഴകുക, മുദ്രാവാക്യം വിളിക്കുക, അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ സഞ്ചരിക്കുക, ഇതൊക്കെ ഒരു രീതിയായി മാറി. അത് പ്രീ ഡിഗ്രി വരെ. ഇന്നിപ്പം അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി കാലം വരെ അത് സജീവമായിട്ട് തുടർന്നുകൊണ്ടിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ആശയത്തോടുള്ള വിരക്തി തോന്നിത്തുടങ്ങിയത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഞാനത് മറ്റ് സ്ഥലങ്ങളിൽ ആ നിലയ്ക്ക് പറഞ്ഞിട്ടില്ല, എന്നുവെച്ചാൽ പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊരു വായനശാലയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പെരിഞ്ചേരി, മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പെരിഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു വായനശാല. ഞാൻ ഹൈസ്കൂൾ ക്ലാസ് തൊട്ടേ ആ വായനശാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ, വായനശാല പ്രവർത്തനം, അതിനോടനുബന്ധിച്ചൊരു കലാസമിതി, അതിൻ്റെ പ്രവർത്തനം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വായനശാലയുടെ എല്ലാ വർഷവും ജനറൽ ബോഡി യോഗം നടക്കും, ഭാരവാഹികളെ തിരഞ്ഞെടുക്കും.
ഞാൻ പ്രീ ഡിഗ്രി പരീക്ഷ അടുപ്പിച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് അപ്പോൾ ആ സമയത്താണ് വായനശാലയുടെ ഇത് ജനറൽ ബോഡി നടക്കുക. ആ ജനറൽ ബോഡി യോഗം, ആ വർഷത്തെ ജനറൽ ബോഡി യോഗം പതിവിൽ നിന്ന് വിപരീതമായി. സാധാരണ വായനശാലയുടെ ജനറൽ ബോഡി യോഗം എന്നൊക്കെ പറഞ്ഞ ഒരു 10-15 പേര് വരും, ഒരു പാനൽ വയ്ക്കും, അംഗീകരിക്കും, പ്രസിഡന്റ് എന്നാണ്, സെക്രട്ടറി എന്നാണ്. അത് ആ ഗ്രാമത്തിലെ സാംസ്കാരിക നിലവാരം പുലർത്തുന്ന ആളുകളായിരിക്കും ഭാരവാഹികളായിട്ട് വരിക. പക്ഷെ ആ വർഷം എൻ്റെ മനസ്സിൽ തട്ടിയ സംഭവം നടന്ന ആ വർഷം വായനശാല ജനറൽ ബോഡി യോഗം നടക്കുമ്പോൾ വായനശാലയോട് ചേർന്നൊരു ഷെഡ് ഉണ്ടായിരുന്നു കുറച്ച്. ആ ഷെഡ് നിറച്ച ആളുകളായിരുന്നു. ഏതാണ്ട് 100-ലധികം പേര് ആ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാവരും CPM-ൻ്റെ ആളുകളായിരുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ എന്തൊക്കെയോ ചില ആസൂത്രണങ്ങൾ ഇവർ ചെയ്തു എന്നുള്ള തോന്നലുണ്ടായിരുന്നു. യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ബഹളം തുടങ്ങാൻ കാരണം ഈ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പാനൽ അവതരിപ്പിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ഇവർ കൊണ്ടുവന്നൊരു പാനൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിൽ രാഷ്ട്രീയം കണ്ടതുകൊണ്ട് ഇവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ തന്നെ അത് ശരിയല്ലല്ലോ എന്ന് തോന്നലുള്ളവർ പ്രതികരിച്ചു. പിന്നെ അവരുമായിട്ട് വലിയ വാക്കുതർക്കങ്ങളുണ്ടായി, സംഘർഷമായി. പിന്നെ ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്, ആ മിനിറ്റ്സ് പുസ്തകം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന രംഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് മുഴുവൻ ചെയ്തത് ഈ പാർട്ടിയാണ് എന്നൊരു ബോധം ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി, ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ അങ്കുരിച്ചു. അപ്പോൾ ഇത് ഒരു ഗ്രാമത്തിൽ വേണമോ ഇങ്ങനെയൊരു നിലപാട്? അതൊന്ന്. ഞാൻ മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നടന്ന കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ്. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലാണ് പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചത്. 2 വർഷം. പ്രീ ഡിഗ്രി അവസാന വർഷത്തെ 2ാം വർഷം പഠിക്കുമ്പോൾ നടന്ന കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ അത്രയധികം പാർട്ടി സ്പിരിറ്റ്, SFI സ്പിരിറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാനന്ന് എനിക്കൊരു ചുവന്ന ഷർട്ടുണ്ട്, ചുവന്ന നിറത്തിലുള്ള ഷർട്ട്. ആ ഷർട്ട് ഇട്ടിട്ടാണ് ഇലക്ഷൻ ദിവസം അവിടെ പോയത്. അത്രയധികം ആവേശം ഉണ്ടായിരുന്നു. അന്ന് ഇലക്ഷൻ കഴിഞ്ഞ് SFI ജയിക്കില്ല എന്നൊരു കണക്കൂട്ടൽ SFI ആളുകൾക്കുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ച സമയത്ത് അന്ന് SFIയുടെ ജില്ലാ പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്ന എൻ്റെ ഒരു കുടുംബ ബന്ധു കൂടിയാണ്, ഞാൻ ആളുടെ പേര് ഇപ്പോൾ പറയുന്നത് ഉചിതമല്ലല്ലോ, അദ്ദേഹം അവിടെ വന്നിരുന്നു. അദ്ദേഹം ആ കോളേജിലെ വിദ്യാർത്ഥിയല്ല, പക്ഷേ അവിടെ വന്നിരുന്നു. ഇലക്ഷൻ റിസൾട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നീട് പെട്ടെന്ന് അന്തരീക്ഷം മാറുകയാണ്. പിന്നെ ഈ കോളേജ് വോട്ടെണ്ണുന്ന ആ ക്ലാസ് മുറിക്ക് നേരെ കല്ലേറ് നടക്കുന്നു. പട്ട ശബ്ദം കേൾക്കണം. ഞങ്ങൾ അറിയുന്നില്ല ഇതൊന്നും. പക്ഷേ നോക്കിയപ്പോൾ എല്ലാം SFI പ്രവർത്തകരായിട്ടുള്ള ആളുകളും പുറമേ നിന്നുള്ള ആളുകളും ആണ് ചെയ്യുന്നത്. അങ്ങനെ അക്രമത്തിൽ കലാശിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് അക്രമം തുടങ്ങിയപ്പോൾ പോലീസുകാർ വരുന്നു, ആകെ അന്തരീക്ഷം മോശമായി. പിന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് വീട്ടിലേക്ക് പോവാണ്. ഇതും സത്യത്തിൽ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഈ നിലയ്ക്കൊരു അക്രമത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 സംഭവങ്ങൾ, പിന്നെ വേറെയും പലതും ഉണ്ട്, നാട്ടിൽ നടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇത് നമുക്ക് ചേർന്നൊരു പ്രസ്ഥാനമല്ല. അല്ലെങ്കിൽ ആധുനിക കാലത്ത് സാംസ്കാരിക മനോഭാവമുള്ള ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാംസ്കാരികമായി ഉന്നതി കൈവരിക്കേണ്ടുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഈ ആശയം അനുയോജ്യമല്ല എന്നുള്ള തോന്നൽ. ഞാൻ ഈ വിശദീകരിച്ചതുപോലുള്ള തോന്നലൊന്നും അന്ന് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ മനസ്സാണല്ലോ. ഇന്ന് എനിക്ക് ഈ നിലക്കൊക്കെ അത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നുവെങ്കിലും ഈ തോന്നലാണ് എന്നെ നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും SFI പ്രവർത്തനത്തോട് CPM എന്ന പാർട്ടിയോട് ഒരു വൈമുഖ്യം വന്ന് പെടുകയാണ്. അങ്ങനെ പിന്നെ 1-2 വർഷക്കാലം ഒരു പ്രവർത്തനം, ഒന്നിനും പാർട്ടി ഓഫീസിൽ പോകാറില്ല. പാർട്ടി പ്രവർത്തകരായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്, സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതല്ലാതെ പിന്നീട് 100% വിട്ടുനിന്നു. ഈ പാർട്ടിയോട് ആഭിമുഖ്യമില്ലാതെ വിട്ടുനിന്നു. പിന്നെയാണ് സംഘത്തിൻ്റെ ായ കാര്യങ്ങൾ. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ മാത്രമല്ല, നന്നായിട്ട് വായിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ വായനശാലയിൽ പോകുന്ന സമയത്തൊക്കെ അന്ന് ഞാൻ വായിച്ച ഒരു ലേഖനമുണ്ട്. അന്തരിച്ച മഹാനായ മഹാകവി അക്കിത്തം എഴുതിയൊരു ലേഖനം, ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമായിരുന്നു. തലവാചകം ഞാൻ ഓർക്കുന്നില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, സ്ഥിരമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുമായിരുന്നു. അതിൽ അക്കിത്തത്തിൻ്റെ ഒരു ലേഖനം, ഈ ഭാരതീയ സംസ്കൃതിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനം ആഴത്തിൽ സ്വാധീനിച്ചു. വളരെ മനോഹരമായി ഭാരതീയ സംസ്കൃതി എന്താണ്, ഭാരതീയ സംസ്കൃതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആധുനിക കാലത്ത് പുരാതനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ആധുനികമായ ആവിഷ്കാരം എങ്ങനെയൊക്കെ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ ഗംഭീരമായൊരു ലേഖനം അക്കിത്തത്തിൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ്
ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. ഈ വിട്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു ബഫർ സോൺ സമയത്താണ്. അതാണ്. മറ്റൊന്ന് അത് ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലൊരു സന്ദർഭമായിരുന്നു. കോളേജ് ഡേ എന്നൊരു പരിപാടി ഉണ്ടല്ലോ. അന്നൊരു സിമ്പോസിയം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളും ആനുകാലിക രാഷ്ട്രീയവും അതായിരുന്നു വിഷയം. ആ വിഷയത്തിൽ ABVP, KSU, പിന്നെ SFI 3 വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. അതിൽ SFIയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീനൊക്കെ ആയിരുന്ന ഒരു പ്രൊഫസർ പോക്കർ ഉണ്ട്, അദ്ദേഹമാണ്. PK പോക്കർ അദ്ദേഹമാണ്. പിന്നെ KSUവിൻ്റെ ഭാഗത്തു നിന്ന് പങ്കെടുത്തൊരു ടോം എന്ന പേരുള്ള അദ്ദേഹം പ്രശസ്തനൊന്നും ആയിരുന്നില്ല, പക്ഷേ അവരുടെ ഒരു നല്ല വാഗ്മിയായിരുന്നു. ABVPയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തത് നമ്മുടെ ഇന്നത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളിയേട്ടനാണ്. അപ്പോൾ മുരളിയേട്ടൻ, ഈ പറഞ്ഞ പോക്കർ, പിന്നെ KSUവിൻ്റെ പ്രതിനിധി, കോൺഗ്രസിൻ്റെ പ്രതിനിധി. അതിൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളത് പണ്ടേ ഒരു ഹരമുള്ള കാര്യമാണ്. ഏത് പ്രസംഗവും കേൾക്കും. അപ്പോൾ മുരളിയേട്ടൻ്റെ പ്രസംഗം 3ാമതായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മുരളിയേട്ടൻ്റെ പ്രസംഗത്തിലെ ആശയം ഒരു 10-20 മിനിറ്റാണ് സംസാരിച്ചത്. പക്ഷേ SFI യോഗങ്ങളിലോ പ്രസംഗങ്ങളിലോ അല്ല മറ്റെവിടെയെങ്കിലും കേൾക്കാത്ത കുറേ പദപ്രയോഗങ്ങൾ, ദേശീയത, സനാതനം, സംസ്കൃതി, സംസ്കാരം, മാതൃഭൂമി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള മുരളിയേട്ടൻ്റെ പ്രഭാഷണം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ തരത്തിലൊക്കെയുള്ള സ്വാധീനമാണ് മെല്ലെ മെല്ലെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ശരിക്കും മുരളിയേട്ടൻ്റെ ആ പ്രഭാഷണത്തിൽ ആനുകാലിക രാഷ്ട്രീയത്തിൽ CPMും കോൺഗ്രസും അനുവർത്തിക്കുന്ന നയങ്ങളെ വളരെ നിശിതമായി തന്നെ അദ്ദേഹം സമീപിച്ചു, വിമർശിച്ചു. അതിന് ബദലായി ഭാരതീയതയാണ് എന്നും സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന വിരക്തി ഈ ആശയത്തോടുള്ള ഒരു അടുപ്പമായി മാറുന്നു. പിന്നീട് 2 വർഷം ഒന്നുമില്ല. 79-81 പ്രീ ഡിഗ്രി. ശരിക്കും 82 BJP രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അന്ന് പേരാവൂർ നിയോജക മണ്ഡലമാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഈ ജന്മഭൂമിയിൽ സീനിയർ റിപ്പോർട്ടറൊക്കെ ആയിരുന്ന കുഞ്ഞിക്കണ്ണേട്ടൻ, K. കുഞ്ഞിക്കണ്ണൻ, അന്ന് അദ്ദേഹം യുവമോർച്ചയുടെ ചുമതലയാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹമായിരുന്നു പേരാവൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. ആ 82 അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നതും BJPയുടെ രംഗപ്രവേശവും ഒക്കെ എന്തോ ഒരു അടുപ്പം BJPയോട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രസ്ഥാനത്തോട് തോന്നിയ അടുപ്പം ഈ ഇലക്ഷനും കൂടി വന്നതോടുകൂടി ഒരാവേശമായി മാറി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പരസ്യമായി BJPക്ക് പ്രവർത്തിക്കാൻ അന്ന് കഴിയില്ല. അത് വലിയ റിസ്ക്കാണ്, വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന പേപ്പർ കടയിൽ നിന്ന് വാങ്ങി താമര വരയ്ക്കുക. താമര ഇന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയല്ല ഞങ്ങൾ വരയ്ക്കുക, അറിയില്ലല്ലോ. നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ കാണുന്ന കുറേ ഇതളുകളുടെ താമരയൊക്കെ വരച്ച് രാത്രിയിൽ ഞങ്ങൾ ഒട്ടിച്ചു വയ്ക്കും ചുമരുകളിൽ. കുഞ്ഞിക്കണ്ണേട്ടൻ്റെ പേര് എഴുതിയിട്ട് ഒട്ടിച്ചു വയ്ക്കും. ഇത് അന്വേഷണമായി, അവിടെ വലിയ അന്വേഷണം നടന്നു. ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നവരന്വേഷിച്ചു. കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഒട്ടിച്ചിരിക്കുന്നത് പരീക്ഷയ്ക്ക് എഴുതുന്ന പേപ്പറാണല്ലോ. ഈ പേപ്പർ ഏത് കടയിൽ നിന്ന്, ഇതാര് വാങ്ങി എന്ന് അന്വേഷിച്ച് അന്വേഷണം നമ്മളിലേക്ക് എത്തി. അങ്ങനെ അതിനുശേഷം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ വിളിച്ച്, എന്താ ഇങ്ങനെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു അല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ആ ഒരു ചോദ്യം കൂടി കേട്ടപ്പോൾ നമുക്ക് ലൈസൻസ് ആയല്ലോ. പിന്നെ പരസ്യമായി തന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നു, കൊടിയുയർത്തലായി. പിന്നെ BJPയുടെ പ്രവർത്തനമാണ് ആവേശത്തോടെ ചെയ്തുകൊണ്ടിരുന്നത്. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ അന്ന് പ്രമോദ് മഹാജനൊക്കെ കണ്ണൂരിൽ കൺവെൻഷനൊക്കെ വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, മാരാർജിയുടെ പ്രസംഗം, CK പപ്പേട്ടൻ്റെ പ്രസംഗം, ഇതൊക്കെ കേട്ട് പൂർണ്ണമായിട്ടും ഈ ആശയത്തിൽ അങ്ങ് ചേർന്നു എന്ന് തന്നെ പറയാം. പിന്നെ 1984 സംഘത്തിൻ്റെ ശാഖ എൻ്റെ പ്രദേശത്ത് തുടങ്ങി, ഞങ്ങളൊക്കെ കൂടിയിട്ട്. പിന്നെ സമയത്ത് എതിർപ്പുണ്ടായില്ലേ? തീർച്ചയായിട്ടും എതിർപ്പുണ്ടായിരുന്നു മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അച്ഛനാ ഭാഗത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായതുകൊണ്ട് അച്ഛനിലൂടെ എന്നെ സ്വാധീനിക്കാൻ, എന്ന് വെച്ചാൽ എന്നെ ഉപദേശിക്കാൻ ഒരു 10-30 പേര് എൻ്റെ വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും അന്ന് അച്ഛൻ്റെ മരുമകൻ ഒരു ബാലകൃഷ്ണനുണ്ട്. ഞങ്ങൾ 2 പേരുമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഘത്തിൻ്റെ ശാഖയിലേക്ക് ആദ്യമായിട്ട് പോയ ആളുകൾ. അദ്ദേഹത്തെ എൻ്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു, ഈ ബാലകൃഷ്ണേട്ടനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു, അച്ഛനെ ഇരുത്തി. പിന്നെ അന്ന് ആ പ്രദേശത്ത് ഒരു മുതിർന്ന CPM പ്രവർത്തകൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, RG നമ്പ്യാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേയധികം ആളുകൾ വീട്ടിൽ വന്ന് ഒരുപാട് നേരം വളരെ സൗഹാർദ്ദത്തോടെ, അതിൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല, അത് പറയാൻ എനിക്ക് മടിയുമില്ല, വളരെ ആരോഗ്യകരമായ തരത്തിൽ RSS എന്ന് പറയുന്നത് ഫാസിസ്റ്റ് എന്ന പദം അന്ന് ഉപയോഗിച്ചോന്ന് എനിക്കറിയില്ല, വർഗീയതയാണ്, മുസ്ലിം വിരുദ്ധരാണ്, ഉത്തരേന്ത്യൻ മാർവാടിമാരുടെ സംഘടനയാണ്, ഇതിലൊന്നും ചെന്ന് പെടരുത്, അപകടമാണ്, അച്ഛനെയും അമ്മയെയും കൊല്ലാനൊക്കെ അവർ പറഞ്ഞു എന്ന് വരും, അതൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ഒരു ഉദ്ബോധനം ഉണ്ടായിരുന്നു. പിന്നെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ, നീ എന്താ ഇങ്ങനെ, നീ നല്ലൊരാളല്ലേ, നീ ഇങ്ങനെ ആകാൻ പാടുണ്ടോ, RSS എന്ന് പറഞ്ഞാൽ മോശമല്ലേ, ഈ തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് എന്ന് നമ്മൾ പറയുന്നില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ രീതിയിൽ. പിന്നീട് ആ സ്നേഹത്തിൻ്റെ ഭാഷ മെല്ലെ മെല്ലെ ഗൗരവത്തോടെ ആയി തുടങ്ങി, പിന്നെ കളിയാക്കലായി, പിന്നെ അത്യാവശ്യം പീഡിപ്പിക്കലായി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടായി. അച്ഛൻ അന്ന് വലിയൊരു പ്രതിരോധമായി മുന്നിലുണ്ടായിരുന്നു. അച്ഛൻ സംഘത്തോട് അടുപ്പം കൊണ്ടല്ല, പഴയൊരു പിന്നെ അച്ഛൻ പാർട്ടി പ്രവർത്തനം സജീവമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ. അച്ഛൻ്റെ അഡ്രസ്സിൽ അങ്ങനെ ജീവിച്ചു പോവായിരുന്നു. അച്ഛൻ്റെ മകൻ, ഇന്നയാളുടെ മകൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആനുകൂല്യം കിട്ടുമല്ലോ. അതുകൊണ്ട് ഭീഷണിക്കും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമീപനത്തിനും അത്ര വലിയ കാഠിന്യം ഉണ്ടായിരുന്നില്ല. അച്ഛനുള്ളത് കൊണ്ട് ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പിന്നീട് എൻ്റെ നേരെയുള്ള ഈ ആക്രമണം നടന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അച്ഛനുള്ള സമയത്ത് അവർക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ ചെറിയൊരു സംഘർഷം ആ മേഖലയിൽ ഉണ്ടായിരുന്നു, ആ പ്രദേശത്തുണ്ടായിരുന്നു. അതിൻ്റെ പരിണിത ഫലം എന്നുള്ള നിലയ്ക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആക്രമണം എൻ്റെ നേരെ ഉണ്ടാവുന്നത്. ഈ കോളേജിൽ പഠിച്ച സമയത്ത് SFI ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് SFIയുടെ പ്രവർത്തനം ഈ ഒരു സാധാരണ പറയുന്ന പോലെ ഈ ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട് പറയുന്നത്. എങ്ങനെയായിരുന്നു പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ? തീർച്ചയായിട്ടും ഞാനതാണ് പറഞ്ഞത്. ആ ഇലക്ഷൻ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്ന ആ സങ്കല്പവും അന്ന് ഞാൻ കണ്ടതും തമ്മിൽ പുലബന്ധമില്ല. കാരണം ജനാധിപത്യപരമായ തരത്തിൽ നടന്നൊരു തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു എന്ന് കാണുമ്പോൾ അക്രമത്തിലൂടെ പ്രതികരിക്കാൻ എങ്ങനെ തോന്നുന്നു? അപ്പോൾ അത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനാധിപത്യം, സോഷ്യലിസം ഇതിനോടൊന്നും ചേരുന്നതല്ല ആ മനോഭാവം. അതെന്തുകൊണ്ട് നമ്മളത് പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ നമ്മളേറെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ പിന്നെ ഒരു വെറ്ററിനറി കോളേജിൽ പൂക്കോട് വിഷയം. എന്താണ് SFI നേതാക്കന്മാർ പറയുന്നത്? ഞങ്ങളാണ് ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ പ്രതികരിച്ചത്, ഞങ്ങളാണ് ക്യാമ്പസിൽ കുട്ടികൾക്ക് സർഗപരമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തി കുട്ടികളെ സംഘടിപ്പിച്ചത്, ഞങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പടപൊരുത്തിയത്. ഇത് പൊതുവിൽ പറയുന്ന സമയത്ത് തന്നെ അകത്ത് പറയുന്നത് നമ്മൾ മാത്രമാണിത് ചെയ്യുന്നത്, നമുക്ക് മാത്രമേ ചെയ്യാൻ അവകാശമുള്ളൂ, മറ്റാരും ഇത് ചെയ്യരുത്. സർഗപരമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഏതെങ്കിലും ഒരു സംഘടന മുന്നോട്ട് വരികയാണെങ്കിൽ അതിനെ തടയുന്നു. എനിക്കനുഭവമുണ്ട്, ഞാനതിന് പങ്കാളിയായിട്ടുണ്ട്. എന്താണ് എന്നുള്ളത് ഇപ്പം പ്രസക്തമല്ല. ഒരു ക്ലാസ് മുറിയിൽ ABVPയുടെ നേതൃത്വത്തിൽ രക്ഷാബന്ധൻ പരിപാടി നടക്കുന്ന സമയത്ത് അത് അവരുടെ ഒരു പരിപാടിയാണ്, അവർ നടത്തിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ABVPയുടെ രക്ഷാബന്ധൻ പരിപാടി അതെങ്ങനെ സമ്മതിക്കും? അത് പറ്റില്ല, സമ്മതിക്കരുത് എന്ന നേതൃത്വത്തിൻ്റെ ഒരു ആഹ്വാനം. അത് ആരൊക്കെ പോകുന്നു? ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് ആ പരിപാടി നടക്കുന്ന ക്ലാസ് മുറിയുടെ പുറത്ത് ആരൊക്കെ പോകുന്നു, നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ പോകുന്നു, പേര് നോട്ട് ചെയ്തു. പ്രകാശൻ, ശശി, പ്രവീൺ, ഇവരൊക്കെ ആ പരിപാടിയിൽ പോകുന്നുണ്ട്, നോട്ട് ചെയ്തു. ഇങ്ങനെ ഓരോരുത്തരെയും ചുമതലപ്പെടുത്തുകയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? പക്ഷെ നമ്മളന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് പക്ഷേ ഈ തോന്നലുണ്ടായിട്ടില്ല. പറയണം ആരൊക്കെയാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, അവരെ മാർക്ക് ചെയ്യുന്നു. ഒന്നുകിൽ അവരെ സ്നേഹത്തോടെ ഈ പറഞ്ഞതുപോലെ ഇനി പോകാൻ പാടില്ല എന്ന് പറയുന്നു, അല്ല ഞാൻ പോകും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു പിടിച്ചെടുത്താളൊക്കെ കൊടുത്തിരുന്നു, അവർ ഇനി ഒന്ന് കാണട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇതിലൂടെ ഇതര സംഘടനയിൽപ്പെട്ട ആളുകളോട് വെറുപ്പ് രൂപപ്പെടുത്തുകയാണ്. ഇപ്പം എല്ലാവരും പറയാറുണ്ടല്ലോ, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തോടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ വെറുപ്പിൻ്റെ വിൽപ്പനക്കാർ, അല്ല സ്രഷ്ടാക്കൾ. കാരണം ഈ രക്ഷാബന്ധൻ പരിപാടി ക്ലാസ് മുറിയിൽ നടത്തുമ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അന്ന് ABVPയുടെ ചുമതലപ്പെട്ട ആളുകൾ, എൻ്റെ നാട്ടിലുള്ളൊരു ഗോകുൽദാസ്, അദ്ദേഹം ഇന്ന് ബോംബെയിലാണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, നിങ്ങളും വരണം പരിപാടിക്ക്. അപ്പോൾ ക്ഷണിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടെങ്കിൽ അവരല്ലേ ജനാധിപത്യവാദികൾ. മറിച്ച്
ക്ഷണിച്ചിട്ട് പോകുന്ന ആളുകൾ ആരൊക്കെ എന്ന് ശ്രദ്ധിക്കാനും അവരെ നിരീക്ഷിക്കാനും അവരുടെ പേരിൽ പിന്നീട് പല സമ്മർദ്ദങ്ങൾ അവരുടെ മേലെ ചെലുത്താനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ജനാധിപത്യ വിരുദ്ധം. അപ്പോൾ യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് SFI ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു വിശാല മാനവ ഐക്യമുണ്ട് അവരുടെ ഉള്ളിൽ മാത്രം. ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാറില്ലേ, ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ഏതാണ് ഈ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന അവർ വിശാലമായ അർത്ഥത്തിലാണ് ജനങ്ങളെങ്കിൽ 15% ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ്, 39% ആളുകൾ UDFന് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ 41-42% മാത്രമേ ഉള്ളൂ. മാറുകയും ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന ജനങ്ങൾ എന്ന് പറയുന്ന 100% അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ ജനങ്ങൾ ഈ 41-42% മാത്രമാണ്. അവരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു. ഈ പ്രയോഗം തന്നെ അവരുടെ യഥാർത്ഥ ഭാവത്തെ മറച്ചു വെക്കാനുള്ള മുഖംമൂടിയാണ്. അപ്പം തികച്ചും ജനാധിപത്യ വിരുദ്ധമായ, സ്വാതന്ത്ര്യ സങ്കല്പത്തിന് വിരുദ്ധമായ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രവൃത്തിയിലൂടെ ജനങ്ങൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ പൂക്കോട് സഹോദരൻ്റെ എത്ര ദാരുണമായിട്ടാണ് അദ്ദേഹത്തോട് ഇവർ പെരുമാറിയത്. ഈ ജനങ്ങളുടെ പ്രതികരണം എന്നാണല്ലോ പൊതുവെ പറയാറ്. അതായത് പാർട്ടി തീരുമാനിച്ച് വധശിക്ഷ നടപ്പാക്കി അത് ആക്രമിച്ചാലും പറഞ്ഞു വരുമ്പോൾ ജനങ്ങൾ പ്രതിരോധിച്ചു എന്നാണ് പറയാറ്. അതങ്ങനെ തന്നെയാണ്, ജനങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ പറയുക. അപ്പോൾ ആ പറയുന്ന അവരുടെ ജനങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി ഏത് തരം മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനം നടത്തിയാലും അതിനെ അംഗീകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ സൃഷ്ടിക്കപ്പെട്ട മനസ്സിനുടമകളായിട്ടുള്ള ആളുകൾ, അവരാണ് ഇവരുടെ നിർവചനത്തിൽ ജനങ്ങൾ. ബാക്കിയുള്ളവരൊന്നും ജനങ്ങളല്ല, അവരൊന്നും പുരോഗമനവാദികളല്ല, അവരൊന്നും ഈ പറയുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവരല്ല എന്ന തരത്തിലാണ് അവരുടെ വ്യാഖ്യാനം. അതുതന്നെയാണ് അവരുടെ ബലം. നോക്കൂ, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും അവർ ഒരു ശക്തിയായി തുടരാൻ എന്താണ് സാധ്യതയുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞത് ഈ നമ്മുടെ ഈ പൂക്കോട് കൊലപാതകത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാണ്. അതായത് ഈ കൊലപാതകത്തിൽ SFIയുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ ആ തരത്തിൽ സംസാരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇൻറ്റേർണൽ മാർക്ക് വേണ്ടേ, നിങ്ങൾക്ക് കോളേജിൽ ഇനിയും പഠിക്കണ്ടേ എന്ന ചോദ്യം അധ്യാപകരാണ് ചോദിക്കുന്നത്. അപ്പോൾ അധ്യാപകരെ പോലും ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ കാടൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഉദ്ബോധനങ്ങൾ പാർട്ടിയിലൂടെ, സംഘടനയിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാധീനിക്കുന്നു വിദ്യാർത്ഥികളെ. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ കവിയരങ്ങ് നടത്തുന്നു, കലാലയങ്ങളിൽ അവരാണ് ഈ പറയുന്ന മാഗസിൻ എഡിറ്റർമാർ, അവരാണ് കലാലയത്തിൽ ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വന്ന് എവിടെ വരെ എത്തി? ഇപ്പോൾ കണ്ടില്ലേ, കേരള സർവകലാശാലയുടെ കലോത്സവത്തിനിട്ട പേരെന്താണ്? ഇൻതിഫാദ. എന്താണ് ഇൻതിഫാദ എന്ന് എല്ലാവർക്കും പൊതുസമൂഹത്തിന് കൂടുതൽ അറിയില്ലെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കറിയാമല്ലോ. പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തുക, അല്ലെങ്കിൽ യുദ്ധം നടത്തുക, മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുക, ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പേരാണത്. അതാണ് കലോത്സവത്തിന് കൊടുത്തിരിക്കുന്നത്. മനോഹരമായി കലാപരമായി വരച്ചു വെച്ച് ഇൻതിഫാദ എന്ന പേരും കൊടുത്ത് എന്താണ് അതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന മനസ്സ്. ഇപ്പോൾ ദേവീദേവന്മാരെ വികൃതമായി ചിത്രീകരിക്കും. ഇപ്പോൾ കേരളവർമ്മ കോളേജിൽ സരസ്വതിയെ വളരെ വികൃതമായി ചിത്രീകരിച്ചു. പോട്ടെ, സരസ്വതി എന്ന സങ്കല്പത്തെ നിഷേധിച്ചോട്ടെ, അല്ലെങ്കിൽ നിരസിച്ചോട്ടെ, അല്ലെങ്കിൽ അതിനെതിരെ പ്രചരണം നടത്തിക്കോട്ടെ. പക്ഷേ ആ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? ആ ആവിഷ്കാരം നടത്തിയ ആളുകളെ തിരുത്തേണ്ടവരെ എങ്ങനെയാണ് പെരുമാറുന്നത്? നമുക്കറിയാലോ, കേരളത്തിലെ ഒരു വലിയ എഴുത്തുകാരിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു അധ്യാപിക കേരളവർമ്മ കോളേജിൽ ഈ സരസ്വതിയുടെ ചിത്രത്തെ അവഹേളിച്ചുകൊണ്ട് വരച്ച ചിത്രത്തെ അംഗീകരിച്ചുകൊണ്ട് ആ കുട്ടികളെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയാണ് ഫേസ്ബുക്കിൽ. അപ്പോൾ ഇങ്ങനെ ഇതൊരു വല്ലാത്തൊരു മനോഭാവത്തിൻ്റെ സൃഷ്ടിയാണ് വൈദ്യുത്തെ. ആ മനോഭാവമാണ് ഇവരെന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായ പ്രവർത്തനത്തിന് ഇവരെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു മനോഭാവം കണ്ടതുകൊണ്ടാണ് മാഷിന മാറണ്ട. തീർച്ചയായിട്ടും ഇന്ന് ഇത്രയും വിശാലമായ അർത്ഥത്തിൽ അന്ന് എനിക്ക് ഇതിനെ വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് എന്നെ സ്വാധീനിച്ചത്. ഇത്തരം ഇന്നിവർ ഈ കാണിക്കുന്ന, അല്ല പണ്ട് തൊട്ടേ ഉണ്ട് ഈ ഏർപ്പാടുകളൊക്കെ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്തൊരു മനസ്സ് ബഹുഭൂരിപക്ഷം, എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ ഇന്ന് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന പലരിലും ഈ ചിന്തയുണ്ട്.
ഈ അടുത്ത ദിവസം എൻ്റെ ഒരു കുടുംബ ബന്ധു, അധ്യാപകനായിരുന്നു, AST ഒക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മോദിജിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ചിന്തകൾക്ക് ചിതലരിച്ചു തുടങ്ങിയിടാ എന്നാണ് എന്നോട് പറഞ്ഞത്. ചിന്തകൾക്ക് ചിതലരിച്ചു തുടങ്ങി. ഈ ചിന്തകൾക്ക് ചിതലരിപ്പ് കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല. അതിന് കാരണം ഈ പറഞ്ഞതാണ്. അധ്യാപകർ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് വിളിക്കുന്നു, ഇൻറ്റേർണൽ മാർക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നു, ഇനിയും ഈ കോളേജിൽ തന്നെ പഠിക്കേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഈ ചിതലരിപ്പ് നിന്നു പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ക്യാമ്പസുകളിൽ പൊതുസമൂഹത്തിൽ അവർ സൃഷ്ടിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാം കേട്ടോ വിഷയത്തിൽ. അതായത് എൻ്റെ തൊട്ടടുത്ത സ്ഥലം, ഞാൻ അവിടെ ഇല്ല, ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിലാണ് കുറേ വർഷങ്ങളായിട്ട്. കഴിഞ്ഞ തവണ മട്ടന്നൂർ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ്, അതിലൊരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല, നമുക്ക് ആളില്ല. തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. 13 വോട്ടുകൾ കിട്ടി. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഒരു തരി എന്ന് പറയുന്നത് പോലും ഇല്ലാത്ത പ്രദേശത്ത് 13 വോട്ട് BJPക്ക് കിട്ടി. ഈ 13 വോട്ട് BJPക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് പഠിക്കാൻ മാത്രം 3 തവണ അവരുടെ ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നു എന്നാണ് CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതാണ് അവരുടെ ജനാധിപത്യ ബോധം. അല്ല, നല്ലതാണ്. നമ്മുടെ എതിർ പ്രസ്ഥാനക്കാർക്ക് എത്ര വോട്ട് കിട്ടുന്നു, ആര് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കണം. പക്ഷെ പഠനത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഇന്ന ആളുകളാണ് വോട്ട് ചെയ്തത് എന്നവർ മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? അവരുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ ആ മരണച്ചടങ്ങിൽ സഹകരിക്കില്ല, കല്യാണ ചടങ്ങിൽ ക്ഷണിച്ചാലും പോകില്ല, ആ വീട്ടിലെ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങോട്ട് തിരിയില്ല, ഉപരോധം ഏർപ്പെടുത്തും. ഇത് അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. കല്യാണത്തലേന്ന് സദ്യ ഒരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ തലച്ചുമടായി തിരിച്ച് കൊണ്ടുപോകേണ്ടി വന്ന സാഹചര്യമൊക്കെ കണ്ണൂരിലുണ്ട്. കല്യാണത്തിന് തെളിയിച്ചു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോവിന് മുന്നിൽ തെളിയിച്ചു വെച്ച നിലവിളക്ക് ഊതിക്കെടുത്തിയ ചരിത്രം കണ്ണൂരിലുണ്ട്. ശ്രീനാരായണ ഗുരുവൊന്നും കല്യാണ ചടങ്ങിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ്, നിലവിളക്കും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കി അതെടുത്തു മാറ്റിയ അനുഭവം കണ്ണൂരിലുണ്ട്. ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന CPM അനുഭാവികളായിട്ടുള്ള അണികളായിട്ടുള്ള ആളുകൾക്ക് നിശബ്ദരായി ഇരിക്കേണ്ടി വരുന്നു. കാരണം ഇതാണ് ചോദ്യം, നാളെ ഇവിടെ ജീവിക്കണ്ടേ എന്ന ചോദ്യം വരികയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ജനാധിപത്യ വിരുദ്ധമായ സർവ്വമേഖലകളിലും, ഇനി നിങ്ങൾ സർവീസ് രംഗത്തേക്ക് പോയിക്കോളൂ. ഒരു വിദ്യാലയത്തിൽ ഒരു 10-12 അധ്യാപകരുണ്ടെന്ന് വിചാരിക്കുക. ആ അധ്യാപകരിൽ ഒരു 10 പേര് KSTA പ്രവർത്തകരാണെങ്കിൽ 2 പേര് ഇതൊന്നും അല്ലാത്തവരുണ്ടാവും. ഞങ്ങൾ അവർ NTU എന്ന നിലയ്ക്ക് സമീപിച്ചിട്ടുണ്ട്. അവർ മാഷേ, ഞങ്ങൾ സത്യത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമാണ്, പക്ഷേ മെമ്പർഷിപ്പ് വേണ്ട. എന്താ കാരണം? ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇങ്ങനെ സർവ്വ മേഖലകളിലും ഈ പറയുന്ന യഥാർത്ഥ ഫാസിസം നമുക്ക് അനുഭവപ്പെടുന്നത് ഈ പാർട്ടിയിലൂടെയാണ്. അത് കേരളത്തിൽ വലിയൊരു ഒരു ഇതായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാരണം. ഈ മനുഷ്യ സഹജമായ ഭയപ്പാടുകളെ, ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുക, മനുഷ്യ സഹജമായ ചില ചിന്തകളെ സ്വാധീനിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതിന് നമ്മൾ വശപ്പെട്ടു പോവുകയാണ്.